ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു പ്രഭാതം കൂടി സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും. നൽകപ്പെട്ടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വീണ്ടെടുപ്പിൻ്റെ വാഗ്ദാനം. നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം തിരുവചനം പ്രകാരം പറയുന്നു: ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കാം. പാപത്തിന് ശേഷം ആദമും അവ്വയും വളരെ വ്യക്തമായിട്ട് കണ്ടു പാപത്തിൻ്റെ തിക്തഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന്. പൊഴിയുന്ന ഇല, അതുപോലെ മരിക്കുന്ന ജീവജാലങ്ങൾ, ഇതൊക്കെയും ആദമിൻ്റെയും അവ്വയുടെയും ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെ പാപത്തിൻ്റെ തിക്തഫലം അവർ കണ്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ സ്വർഗത്തിലെ ദൈവം അവർക്ക് ഒരു വാഗ്ദത്തം നൽകുന്നു. ഇവിടെ തിരുവചനം പറയുന്നു, അവളുടെ സന്തതിക്കും അതുപോലെ പിശാചിനും സ്വർഗത്തിലെ ദൈവം അവിടെ ഒരു വേർതിരിവ് നൽകിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ ദൈവപുത്രൻ പിശാചിന്റെ തല തകർക്കുമെന്നുള്ള ശക്തമായ വാഗ്ദത്തം ഇവിടെ ദൈവത്തിന്റെ വചനം നൽകുന്നു. അപ്പോൾ പാപത്തിൽ നിബന്ധിച്ചതായിട്ടുള്ള മനുഷ്യൻ അതിൻ്റെ തിക്തഫലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഇവിടെ ദൈവം നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ പ്രത്യാശയാണ് നൽകുന്നത്. പാപത്തിന്റെ തിക്തഫലം, അതിൻ്റെ ശാപം സ്വർഗത്തിലെ ദൈവം മനുഷ്യനും സ്ത്രീക്കും അതുപോലെ പാമ്പിനും നൽകുന്നതായിട്ട് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം, പാപം എത്രത്തോളം കഠിനമാണ് എന്നും അതിൻ്റെ തിക്തഫലം എത്രത്തോളം വേദനാജനകമാണ് എന്നും സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ പഠിപ്പിക്കുന്നു. അതിൻ്റെ തിക്തഫലം കണ്ട മനുഷ്യന് മനസ്സിലായി ഇത് ഏറ്റവും കഠിനമായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായി സംഭവിച്ചിരിക്കുന്ന ഇതിൽ നിന്നും ഒരു മോചനം അത്യന്താപേക്ഷിതമാണ് എന്ന് മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ സ്വർഗത്തിലെ ദൈവം ശാപത്തിനൊടുവിൽ അവർക്ക് അനുഗ്രഹം, ഒരു ശക്തമായ വാഗ്ദത്തം നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ വാഗ്ദത്ത നിവർത്തീകരണം എന്ന വണ്ണം പുത്രനായ ക്രിസ്തു പാപത്തിനു വേണ്ടി, പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്നതിനു വേണ്ടി കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ ക്രിസ്തു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ക്രിസ്തുവിൻ്റെ കൈവശമുണ്ട് എന്ന്. ആ പാപത്തിൽ നിന്നും, പാപത്തിൽ നിബന്ധിച്ച മനുഷ്യനെ ദൈവം വീണ്ടെടുത്ത വീണ്ടെടുപ്പിൻ പദ്ധതിയിൽ നിന്നും മനുഷ്യന് ലഭിക്കുന്നത് പ്രത്യാശയുടെ കിരണങ്ങളാണ്. ഇന്നും നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പൊഴിയുന്ന പുഷ്പങ്ങൾ, അതുപോലെ കൊഴിയുന്ന ഇലകൾ. പക്ഷെ അതൊക്കെയും ശക്തിയോടെ വീണ്ടും തളിർക്കുന്നതിന് വേണ്ടി, ശക്തിയോടെ വീണ്ടും പുതിയ പുഷ്പങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ വീഴ്ചയിൽ നിബന്ധിച്ച മനുഷ്യനെ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ രക്ഷാപദ്ധതി ഒരുക്കി വീണ്ടെടുത്തതിലൂടെ നമ്മൾ ആ ക്രിസ്തുവിൽ ജീവിക്കുന്നു എങ്കിൽ തീർച്ചയായും നമുക്ക് ഈ മർത്യ ശരീരത്തെ വെടിഞ്ഞ് അമർത്യത ധരിക്കുവാൻ സാധിക്കും. ആ ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ നാളിൽ നമുക്ക്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ വീണ്ടും വരവിൻ നാളിൽ അത് നമുക്ക് ധരിക്കുവാൻ സാധിക്കും. ശക്തിയോടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസവും കാത്തുകൊണ്ട് ജീവിക്കുക. ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിനോടൊപ്പം, ക്രിസ്തുവിനായി ജീവിക്കുക. അങ്ങനെയാണ് എങ്കിൽ നമുക്കും ശക്തമായ പ്രത്യാശയുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും. അതിനായി ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ആ സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ ദിവസത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന, അങ്ങിൽ ആശ്രയിച്ച് അങ്ങേപോലെ ജീവിക്കുവാനുള്ള ശക്തി, പുതുക്കമുള്ള ഒരു ആത്മാവിനാൽ ജനിക്കപ്പെട്ടൊരു ജീവിതം നയിക്കുവാനുള്ള ശക്തി അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് എന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.